അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, ഞാൻ രക്ഷിതാക്കളെ വിദ്യാർത്ഥികളെ എന്ന് പ്രത്യേകം പേര് വിളിക്കാനുള്ള കാരണം രണ്ട് കൂട്ടരോട് ഒരു സുപ്രധാനമായ കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇന്ന് വീടകങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണെന്ത്, ഈ മതപരമായ ബോധത്തിൻ്റെ കുറവ് കൊണ്ട് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മുടെ കുട്ടികളിലുണ്ട്, കുടുംബത്തിലുണ്ട്, സമൂഹത്തിലുണ്ട്. ഏത് പുതിയ കാലമാണ്, എന്തായിപ്പോയി, നമ്മളെ പഴയ കാലത്തെ പോലൊന്നും അല്ല, എന്താണ് ഇപ്പോഴത്തെ പുതിയ കുട്ടികൾക്ക് പറ്റിയത്, നമ്മുടെ കുടുംബത്തിന് എന്താ പറ്റിയത്, കല്യാണത്തിൻ്റെ സ്വഭാവം പൊതുവേ മാറിപ്പോയി, അതുപോലെ വേഷവിധാനത്തിൻ്റെ സ്വഭാവം മാറിപ്പോയി, പുരുഷന്മാർക്ക് സ്ത്രീകളുടെ ഡ്രസ്സ്, സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ ഡ്രസ്സ്, അതുപോലെ വിവാഹത്തിൻ്റെ രൂപങ്ങൾ മാറിപ്പോകുന്നു, വിവാഹത്തിന് വിമുഖത കുട്ടികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അപൂർവമായിട്ടാണെങ്കിലും ചില കുട്ടികളെങ്കിലും ഇനി ഞാൻ നിസ്കരിക്കുന്നില്ല എന്ന് പറയുന്നു. അതുപോലെ ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ പെട്ടെന്ന് ആത്മഹത്യാ പ്രവണത കാണിക്കുന്നു. ഇങ്ങനെ ഒട്ടനവധി ഇഷ്യൂസുകൾ, അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ, കുടുംബങ്ങൾ, കുഴപ്പങ്ങൾ, അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്താ പരിഹാരം? ഇതിന് പരിഹാരം നമ്മൾ വളരെ അവിടെയും ഇവിടെയും അന്വേഷിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. അതായത് ശരിക്ക് എന്താണ് ജീവിതം, എന്താണ് ജീവിത വീക്ഷണം, മതം, മതബോധം എന്താണെന്ന് ശരിക്ക് നമ്മളെ വീട്ടിൽ കൃത്യമായ ധാരണ ഉണ്ടാകുക. അതിൽ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു മകനെയെങ്കിലും അല്ലെങ്കിൽ ഒരു മകളെയെങ്കിലും നമ്മൾ മതപരമായി കൃത്യമായി പഠിപ്പിച്ച ഒരു കുട്ടി നമ്മളെ വീട്ടിൽ വേണം. അപ്പോഴേ ആ കുടുംബത്തിൽ പിന്നെ ആ നിലക്കുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടാവുള്ളൂ. നമ്മളെ കുട്ടികൾ മുഴുവനും പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും എന്താണ്, വേറെ പല മേഖലകളിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ആ ഒരു കാഴ്ചപ്പാടിലേ അവർ നീങ്ങുള്ളൂ. അപ്പോൾ അതിനെന്ത് വേണം? ശരിക്കും അവർക്ക് ഭൗതികമായ പഠനം വേണം, അതോടൊപ്പം അവർക്ക് മതബോധം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതോടൊപ്പം ആഴത്തിൽ പഠിച്ച ഒരു കുട്ടി ഒരു വീട്ടിലുണ്ടാവണം. ആ രീതിയിലേക്ക് നമ്മൾ ക്രമീകരിച്ചാലേ നമ്മുടെ സമൂഹത്തിൽ മൊത്തം മാറ്റം ഉണ്ടാവുള്ളൂ. അപ്പോൾ പള്ളികൾ, മഹല്ലുകൾ, അവിടെ ഖുത്ബ പറയാൻ ആളുടെ പ്രശ്നങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ കുറവ് നമ്മുടെ സമൂഹത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് നമ്മൾ സംവദിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പരിഹരിക്കാൻ എന്താ മാർഗം? പ്രബോധകരുടെ പ്രശ്നം പരിഹരിക്കാൻ എന്താ മാർഗം? അതൊക്കെ നമ്മൾ ഒരു രക്ഷിതാവ് തീരുമാനിച്ചാൽ മതി. ഒരു കുട്ടി ഈ ദീനിയായ കാര്യം കൃത്യമായിട്ട് പഠിക്കട്ടെ. അപ്പോൾ ഈ SSLC എക്സാം റിസൾട്ട് വരുന്ന സമയം, അതുപോലെ തന്നെ +2ൻ്റെ റിസൾട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുക, ഒരു കുട്ടിയെ നമ്മൾ മതപരമായി ആഴത്തിൽ പഠിക്കാൻ വേണ്ടി നമ്മൾ അവനെ പറഞ്ഞയക്കുക. നമ്മുടെ ജാമിയ അൽ ഹിന്ദ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടക്കുന്ന വളരെ മഹത്തായൊരു സ്ഥാപനമാണ് ജാമിയ അൽ ഹിന്ദ് മിനി ഊട്ടിയിലുള്ള. അത് ബോയ്സിനുണ്ട്, ലേഡീസിനുമുണ്ട്. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വളരെ സുന്ദരമായ 2 ക്യാമ്പസുകളുണ്ട്. അവർക്ക് അവിടെ താമസിച്ച് പഠിക്കാം. ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ സൗജന്യമായിട്ട് അവിടെ നൽകിക്കൊണ്ടിരിക്കുന്നു. വലിയൊരു സമൂഹം ഇതിനു വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പുതിയ നല്ലൊരു തലമുറയുടെ വാർത്തെടുപ്പിന് വേണ്ടി അവർ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന ഓരോരുത്തരും നിങ്ങളെ കുട്ടികളെ അതിൻ്റെ ആ ഒരു കോഴ്സിൽ ചേർക്കാൻ വേണ്ടി, ഇപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ സമയമാണ്. ഇൻഷാ അല്ലാഹ് മെയ് 30 അതിൻ്റെ ലാസ്റ്റ് ദിവസം. എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോയുടെ താഴെ തന്നെ അതിന് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറുകളുണ്ട്, ലിങ്കുകളുണ്ട്, രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളതിൽ രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് ആ കുട്ടികളെ അങ്ങനെയുള്ളൊരു പഠന മേഖലകളിലേക്ക് നമ്മൾ എത്തിക്കുക. അങ്ങനെ ഓരോ വീട്ടിലും മതബോധമുള്ളൊരു കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുടുംബത്തിൽ മാറ്റം ഉണ്ടാവും, സമൂഹത്തിൽ മാറ്റം ഉണ്ടാവും. അത് നമുക്ക് നല്ലൊരു പിടിവള്ളിയാവും. ഇൻഷാ അല്ലാഹ് അതിന് നിങ്ങൾ തയ്യാറാകണം. കുട്ടികളും തന്നെ, ഇത് കേൾക്കുന്ന മക്കളും തന്നെ. അതായത് ഒരു ഇതിലും മാർക്കും കാര്യങ്ങളും കിട്ടിയില്ലെങ്കിൽ എന്നാൽ അവന് മതം പഠിക്കാൻ പോകട്ടെ, അറബി കോളേജ് പോകട്ടെ എന്ന കാഴ്ചപ്പാട് മാറ്റി നല്ല കഴിവുള്ള കുട്ടികളാണ് ഈ കാര്യങ്ങൾ പഠിക്കേണ്ടത്. അതോടൊപ്പം അവർക്ക് അവരുടെ ദുനിയാവിൻ്റെ കാര്യങ്ങൾ കൃത്യമായി അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അതോടൊപ്പം നല്ലൊരു പണ്ഡിതനായിട്ട് മാറാനും പറ്റും, പ്രബോധകനായി മാറാനും സാധിക്കും. അത് ഇൻഷാ അല്ലാഹ് ജാമിയ അൽ ഹിന്ദ് നിങ്ങളെ സഹായിക്കും. അത് നിങ്ങൾ തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.